ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സ്ട്രക്ചർ ഓഫ് ദി എർത്ത് എന്നുള്ള ഒരു ഭാഗമാണ് ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററായ അവർ എർത്ത് എന്നുള്ള ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എർത്ത്സ് അറ്റ്മോസ്ഫിയർ എന്നുള്ള ഈ ഒരു ഭാഗമാണ്. എർത്ത്സ് അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയാം. അപ്പോൾ എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ തരുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ എർത്ത്സ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ ഘടന നോക്കാം. ഹൗ ഡിഡ് ദി എർത്ത് ആൻഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ ട്രാൻസ്ഫോം ഇൻ ദി വേ ഓർഗാനിസംസ് കുഡ് സർവൈവ്? അതായത് എങ്ങനെയാണ് ഈ ജീവജാലങ്ങൾക്കൊക്കെ നിലനിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ഭൂമിയും അന്തരീക്ഷവും ഒക്കെ മാറിയത് എന്നാണ് ചോദിക്കുന്നത്. ദി എർത്ത് വിച്ച് വാസ് ഇൻ എ മോൾട്ടൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ദി എർത്ത് വിച്ച് വാസ് ഇൻ എ മോൾട്ടൻ ഹോട്ട് സ്റ്റേറ്റ് at the time of origin slowly cooled over in billions of years, and this process released the gases inside the earth. നമ്മൾ നേരത്തെ ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു തിളച്ചു മറിയുന്ന അതല്ലെങ്കിൽ ഒരു അതിതീവ്രമായ രൂപത്തിൽ ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു നമ്മുടെ ഭൂമി. പിന്നീട് തുടർച്ചയായി വർഷങ്ങളോളം മഴ പെയ്താണ് അത് തണുത്തത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. ദി എർത്ത് വിച്ച് വാസ് ഇൻ എ മോൾട്ടൻ ഹോട്ട് സ്റ്റേറ്റ് അറ്റ് ദി ടൈം ഓഫ് ഒറിജിൻ സ്ലോലി കൂൾഡ് ഓവർ ഇൻ ബില്യൻസ് ഓഫ് ഇയേഴ്സ്, ആൻഡ് ദിസ് പ്രോസസ് റിലീസ്ഡ് ദി ഗ്യാസസ് ഇൻസൈഡ് ദി എർത്ത്. അതായത് ഇങ്ങനെ ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന നമ്മുടെ ഭൂമി എത്രയോ കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനത്തിൽ മഴ പെയ്ത് വളരെ സാവധാനത്തിൽ എന്ത് ചെയ്തു, തണുത്ത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തി. ഈ ഒരു പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരുപാട് വാതകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദിസ് പ്രോസസ് റിലീസ്ഡ് ദി ഗ്യാസസ് ഇൻസൈഡ് ദി എർത്ത്. ഭൂമിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരുപാട് ഗ്യാസസ് ഭൂമിൻ്റെ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. Eventually an air cover Eventually an air cover containing many gases was formed around the earth. അതായത് ഇങ്ങനെ പുറത്തേക്ക് ഭൂമിൻ്റെ ഉൾഭാഗത്തു നിന്ന് പുറത്തേക്ക് ഒരുപാട് ഗ്യാസസ് റിലീസ് ചെയ്യപ്പെട്ടു നമ്മൾ പറഞ്ഞല്ലോ. സോ ഇവൻച്വലി ആൻ എയർ കവർ കണ്ടെയ്നിങ് മെനി ഗ്യാസസ് വാസ് ഫോംഡ് അറൗണ്ട് ദി എർത്ത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഒരുപാട് ഗ്യാസസ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഭൂമിക്ക് ചുറ്റും ക്രമേണ ഒരുപാട് വാതകങ്ങളുള്ള വായുവിൻ്റെ, എയറിൻ്റെ ഒരു കവറിങ്, എയറിൻ്റെ ഒരു ആവരണം നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരു എയറിൻ്റെ കവറിങ് രൂപപ്പെടാൻ തുടങ്ങി. ആൻഡ് ദിസ് ഗ്യാസസ് ബ്ലാങ്കറ്റ് ദാറ്റ് കവേഴ്സ് ദി എർത്ത് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ. ഈ രൂപത്തിൽ നമ്മുടെ ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന ഗ്യാസസിൻ്റെ ഒരു ബ്ലാങ്കറ്റാണ്, വായു കൊണ്ടുള്ള, വാതകങ്ങൾ കൊണ്ടുള്ള ഒരു പുതപ്പാണ്. ഭൂമിക്ക് ഒരു പുതപ്പ് പോലെ വായുവിൻ്റെ ഒരു കവറിങ്, എയറിൻ്റെ ഡിഫറെൻറ്റ് ഗ്യാസസിൻ്റെ ഒരു കവറിങ് നമ്മുടെ ഭൂമിയുടെ ചുറ്റുമുണ്ട്. ആ കവറിങ്ങിനെ, ആ ഒരു ഗ്യാസസ് കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ ഒരു ബ്ലാങ്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് അന്തരീക്ഷം? The gaseous blanket that covers the earth is known as atmosphere. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഞാനിവിടെ ബ്രാക്കറ്റിലാക്കിയതുപോലെ, gaseous blanket that covers the earth is known as atmosphere. അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന വായുവിൻ്റെ, ഗ്യാസസിൻ്റെ ഒരു ആവരണമാണ്, ഒരു പുതപ്പാണ്, ഒരു ബ്ലാങ്കറ്റാണ് അറ്റ്മോസ്ഫിയർ എന്ന് നമ്മൾ പറയുന്നത്. And with the origin of plants, the atmosphere became rich in oxygen as a result of photosynthesis. ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ധാരാളം ഓക്സിജൻ എത്താൻ തുടങ്ങി. എപ്പോൾ? സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ. പ്ലാന്റ്സ്, സസ്യങ്ങൾ ഭൂമിയിൽ ഉണ്ടാവാൻ തുടങ്ങിയതോടുകൂടി ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്നുള്ള കാര്യം? പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന്, പ്ലാന്റ്സിൻ്റെ ഫുഡ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണം എന്ന് പറയും.
ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ധാരാളമായിട്ട് ഭൂമിയിൽ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ധാരാളമായിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടാൻ തുടങ്ങി. പിന്നെ വേറെ ഏതൊക്കെ ഗ്യാസസാണ് ഉള്ളത് അറ്റ്മോസ്ഫിയറിൽ? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര ആർ ദി മേജർ ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗ്യാസസ് ആണ് ഏതൊക്കെ ഗ്യാസസ്? നൈട്രജൻ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പാർട്ട് ഫ്രം ദീസ്, ഇത് കൂടാതെ ദർ ആർ അതർ ഗ്യാസസ്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മാത്രമല്ല, ഗ്യാസസ് മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള ഗ്യാസസ് കൂടാതെ അപ്പാർട്ട് ഫ്രം ദീസ് ഗ്യാസസ് വേറെ എന്തൊക്കെയുണ്ട്? ദർ ആർ അതർ ഗ്യാസസ്. ഓക്കെ, ഗ്യാസസ് ഉണ്ട്, അതേപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് ആൻഡ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ശ്രദ്ധിക്കണേ, അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ പെട്ടു? ഗ്യാസസ് പെട്ടു, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പൊടിപടലങ്ങൾ, അന്തരീക്ഷത്തിൽ ധാരാളം പൊടിപടലങ്ങൾ ഉണ്ടാവും. ഡസ്റ്റ് പാർട്ടിക്കിൾസ് പെട്ടു ആൻഡ് വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസ് എന്താണ്? ജല തന്മാത്രകൾ, ജലകണികകൾ. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും മൈന്യൂട്ടായിട്ടുള്ള, വളരെ നേർത്ത ധാരാളം വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് എവിടെയുണ്ട്? അന്തരീക്ഷത്തിലുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത അത്രയും വളരെ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിലുണ്ട്. ഗ്യാസസ് ഓഫ് കോഴ്സ് നമുക്ക് കാണാറില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള പ്രധാനമായിട്ടും ഈ 3 കോമ്പോണൻസ് ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വാട്ട് ആർ ദി മേജർ കോമ്പോണൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് അതിൻ്റെ ആൻസർ വരിക? ഈ പറയുന്ന ഗ്യാസസ് ആണെന്ന്. അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര. അതേപോലെ മറ്റൊന്ന് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്, മറ്റൊന്ന് വാട്ടർ മോളിക്യൂൾസ് ആണ്. ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് മനസ്സിലാക്കുക. പിന്നെ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. കമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു പിന്നെ എന്തൊക്കെ സംഗതികളാണ് അറ്റ്മോസ്ഫിയറിലുള്ളത്, അതിൻ്റെ ഒരു അന്തരീക്ഷ സംരചന എന്നൊക്കെ നമുക്ക് പറയാം. അതായത് അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള പിന്നെ വായു ഏതൊക്കെയാണ്, എത്ര അളവിലാണ് അതൊക്കെയുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയാൻ പോവുകയാണ്. കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. ശ്രദ്ധിക്കുക, ദി പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് ദർ അപ് ടു ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 10,000 kilometers from the earth surface. നമ്മുടെ അറ്റ്മോസ്ഫിയർ, ഭൂമിയെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ആവരണം, അല്ലെ, ഒരു ഗ്യാസസ് കവറിങ് ആണ് അറ്റ്മോസ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ അറ്റ്മോസ്ഫിയർ, ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ സർഫസ്, നമ്മളൊക്കെ ജീവിക്കുന്ന ഭൂമിൻ്റെ സർഫസിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എത്രയാണ്? ദി പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് ദർ അപ് ടു ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എത്രയാ? up to an altitude of about 10,000 kilometers from the Earth's surface. Okay, നമ്മുടെ സർഫസിൽ നിന്ന് എത്രയാണ്? 10,000 കിലോമീറ്റർ, ഏകദേശം 10,000 കിലോമീറ്റർ വരെ. നമ്മുടെ ഭൂമിൻ്റെ സർഫസിൽ നിന്ന് 10,000 കിലോമീറ്റർ വരെ പിന്നെ വിദൂരതയിൽ, വിസ്തൃതിയിൽ എന്തുണ്ട്? ഭൂമിക്ക് അന്തരീക്ഷമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 97% of the total atmospheric air exists up to an altitude of about 29 kilometer above the Earth's surface. ശ്രദ്ധിക്കണം, നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം എത്ര? 10,000 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ് വരെയുണ്ട്, അത്രയും ഉയരം വരെയുണ്ട്. പക്ഷേ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മൊത്തം ഗ്യാസസിൻ്റെ 97%ഉം ആദ്യത്തെ നമ്മുടെ സർഫസിൽ നിന്ന് ഒരു 29 കിലോമീറ്റർ വരെ ഉയരത്തിൽ, അത്രയും ഭാഗങ്ങളിലായിട്ടാണ് മൊത്തം അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിൻ്റെ 97%ഉം ഉള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് അപ്പം അത്രയും ഈ ഗ്യാസസിൻ്റെ കുറവാണ് നമ്മൾ കാണുക. ഓക്കെ, സോ ആസ് altitude increases, the amount of gases decreases. അതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഉയരം കൂടുന്നതനുസരിച്ച്, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ഗ്യാസസിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ദി amount of gases decreases when altitude increases. ഉയരം കൂടുന്നതനുസരിച്ച്, അറ്റ്മോസ്ഫിയർ നമ്മൾ കൂടുതൽ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഗ്യാസസ് അതിൻ്റെ amount കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്സിജൻ, the life-giving gas for humans and other living things, and carbon dioxide that helps the survival of plants are obtained from the atmosphere. എന്ന് വെച്ചാൽ മനുഷ്യനായിക്കോട്ടെ, അതേപോലെ മറ്റ് ജീവജാലങ്ങളായിക്കോട്ടെ, നമുക്കൊക്കെ എന്ത് വേണം? ഓക്സിജൻ വേണം. നമ്മുടെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ വേണം.
അതേപോലെ പ്ലാന്റ്സിൻ്റെ കാര്യമാണെങ്കിൽ, സസ്യങ്ങളുടെ കാര്യമാണെങ്കിലോ, സസ്യങ്ങളുടെ നിലനിൽപ്പിന്, സർവൈവലിന് എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡും വേണം. ഇത് രണ്ടും നമുക്ക് കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്, അന്തരീക്ഷത്തിൽ നിന്നാണ്. സോ ദീസ് ടു ഗ്യാസസ്, നമുക്കറിയുന്ന കാര്യമാണ്, ദീസ് ടു ഗ്യാസസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത്. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പങ്ക് വഹിക്കുന്നത് ഈ പറയുന്ന രണ്ട് ഗ്യാസസ് ആണ്, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. കാരണം നമുക്ക് മനുഷ്യന്മാർക്ക്, മറ്റ് ജന്തുക്കൾക്കൊക്കെ എന്ത് വേണം? ഓക്സിജൻ വേണം. അതേപോലെ പ്ലാന്റ്സിന് എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ആ കാർബൺ ഡൈ ഓക്സൈഡാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് അവർക്ക് ആവശ്യമായി അവർ ഇൻടേക്ക് ചെയ്യുന്നത്, പ്ലാന്റ്സ് ഇൻടേക്ക് ചെയ്യുന്നത്, എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്നതോ, റിലീസ് ചെയ്യുന്നതോ ഓക്സിജനാണ്. അതാണ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്നത് പ്ലാന്റ്സ് എടുക്കുന്നു, പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് ഗ്യാസസും നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ കൂടാതെ വേറെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അറ്റ്മോസ്ഫറിക് ഗ്യാസസ്? നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വന്നേക്കാം, സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് നോക്കുക, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഏതൊക്കെയാണ്. ആദ്യം ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏറ്റവും കൂടുതൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് എന്ന് പറയുന്നത് ഏത് ഗ്യാസാണ്? അത് നൈട്രജൻ ആണ്. ഏത് ഗ്യാസാണ്? നൈട്രജൻ ആണ്. 78% ആണ് അറ്റ്മോസ്ഫിയറിൽ ഈ നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ പ്രസൻറ്റ്. ഓക്കെ, ടോട്ടൽ ഗ്യാസസിൽ 78% ആരാണ്? നൈട്രജൻ ആണ്. പിന്നെ രണ്ടാം സ്ഥാനം വരുന്നത് നമ്മുടെ ഓക്സിജൻ ആണ്. എത്ര പെർസെൻറ്റേജാ? 21% ആണ്. അപ്പം നൈട്രജൻ 78%, ഓക്സിജൻ 21%. അപ്പോൾ ടോട്ടൽ എത്രയായി? 99% ആയി. ഈ രണ്ട് ഗ്യാസസ് മാത്രമായിട്ട് എത്രയായി? 99%. ഓക്കെ, 99% ഏതാ? ഈ പറയുന്ന രണ്ട് നൈട്രജനും ഓക്സിജനും മാത്രമായിട്ട്. ഓക്കെ, ഇനി ബാക്കി ഗ്യാസസ് ഏതൊക്കെയാണ്? ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ് ബാക്കി ഗ്യാസസ്? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, ക്സിനോൺ, ഹൈഡ്രജൻ. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നും കൂടെ ഗ്യാസസിൻ്റെ പേരുകളൊന്ന് പറഞ്ഞു പോവുക. ഏതൊക്കെയാണ് ഗ്യാസസ്? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, ക്സിനോൺ, ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസസ് ഒന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ നൈട്രജൻ 78%, പിന്നീട് ഓക്സിജൻ 21%, ബാക്കി ഈ ലിസ്റ്റിൽ ഉള്ളതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഒബ്സർവ് ഫിഗർ 5.5 ആൻഡ് ആൻസർ ദി ഗിവൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ്. വളരെ സിമ്പിളായുള്ള ചോദ്യമാവാനാണ് സാധ്യത. നോക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് എബണ്ടൻറ്റ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസ് ഏതാണ്? ഞാൻ ഉത്തരം പറയാണ്ടെന്നെ നിങ്ങൾക്കറിയാം. യെസ്, നൈട്രജൻ ആണ് അല്ലേ, 78%. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കമ്പൈൻഡ് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ടു ദി ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ? അന്തരീക്ഷത്തിലുള്ള ആകെ ഗ്യാസസിൻ്റെ അളവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന നൈട്രജനും ഓക്സിജനും കൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. എത്ര പെർസെൻറ്റേജാ? 99%. അപ്പോൾ ബാക്കി 1% ആണ് ഇവിടെയുള്ള ഈ കാണുന്ന ഗ്യാസസ് എല്ലാം കൂടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നൈട്രജൻ 78, ഓക്സിജൻ രണ്ടാം സ്ഥാനത്ത് 21%, രണ്ടും കൂടെ 99%ഉം ഉണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ അത് ക്ലിയറായി. The process by which water from the earth's surface heated by the sun and reaches the atmosphere as vapor is called evaporation. അതായത് എന്താണ് ഇവാപൊറേഷൻ എന്നാണ് പറയുന്നത്? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, ബാഷ്പീകരണം എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഇവാപൊറേഷൻ? ബാഷ്പീകരണം അല്ലേ? അപ്പോൾ എന്താണ് ബാഷ്പീകരണം? എന്താണ് ഇവാപൊറേഷൻ? അതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്? ദി പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫ്രം ദി എർത്ത് സർഫസ്, നമ്മുടെ ഭൂമിൻ്റെ സർഫസിൽ നിന്ന്, ഉപരിതലത്തിൽ നിന്ന് വെള്ളം ഹീറ്റായിട്ട്, എങ്ങനെ? സൂര്യപ്രകാശത്തിൽ ചൂടായിട്ട്, അത് ഇറ്റ് റീച്ചസ് ദി അറ്റ്മോസ്ഫിയർ ആസ് വേപ്പർ, ജല തന്മാത്രകളായിട്ട്, നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന പ്രോസസ്സാണ്, പ്രക്രിയയാണ് ഈ പറയുന്ന ഇവാപൊറേഷൻ. അറിയാലോ, സൂര്യപ്രകാശത്താൽ ചൂടായി അന്തരീക്ഷത്തിലേക്ക്, നമ്മുടെ ഭൂമിൻ്റെ ഉപരിതലത്തിലൊക്കെയുള്ള വെള്ളം ചെറിയ നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് ഇവാപൊറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിച്ചു വെക്കാം. ഈ ഒരു ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുള്ള സംഗതി എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് കോൾഡ് ഇവാപ്പറേഷൻ? എന്താണ് ഇവാപ്പറേഷൻ? എൻ്റെ ആൻസറാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് കാണുന്നത്. ദി പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് ഓൺലി അപ് ടു 90 കിലോമീറ്റർ ഫ്രം ദി എർത്ത് സർഫസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്യാസസ് എത്ര കിലോമീറ്റർ വരെ മാത്രമേ കൂടുതലുള്ളൂ, ബാക്കി ഒരു ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ഗ്യാസസിൻ്റെ അളവ് കുറയുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ്, അന്തരീക്ഷത്തിലുള്ള ജലാംശത്തിൻ്റെ അളവ്, പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് ഓൺലി അപ് ടു 90 കിലോമീറ്റർ ഫ്രം ദി എർത്ത് സർഫസ്. നമ്മുടെ സർഫസ് നിന്ന്, ഭൂമിൻ്റെ സർഫസ് നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെയാണ് ഈ ഒരു വാട്ടർ വേപ്പർ, വാട്ടർ മോളിക്യൂൾസ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അപ്പാർട്ട് ഫ്രം gases and water molecules, dust particles are also a part of the atmosphere. അന്തരീക്ഷത്തിൽ എന്തുണ്ട്? വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്, അതുകൂടാതെ എന്തുണ്ട്? ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടി പടലങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ദി അറ്റ്മോസ്ഫിയർ നിയർ ദി എർത്ത് സർഫസ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിൻ്റെ ഏത് ഭാഗത്താണ് കൂടുതലും കാണുക? നമ്മുടെ സർഫസിനോട്, ഭൂമിയുടെ സർഫസിനോട്, ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും പൊടിപടലങ്ങൾ ഉണ്ടാവുക. ആൻഡ് വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൗണ്ട് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ടു ഫോം ക്ലൗഡ്സ്. വളരെ ശ്രദ്ധിക്കേണ്ട, പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്താ പറയുന്നത്? വാട്ടർ വേപ്പർ കണ്ടൻസസ് around fine dust particles in the atmosphere to form clouds. എന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വളരെ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നേർത്ത പൊടിപടലങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വളരെ നേർത്ത പൊടിപടലങ്ങളുണ്ട്. ഈ പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചാണ് എന്തുണ്ടാവുന്നത്? മേഘങ്ങൾ ഉണ്ടാവുന്നത്. അതായത് വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൗണ്ട്, അന്തരീക്ഷത്തിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിട്ടാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ജലകണികകൾ അങ്ങനെ പറ്റിപ്പിടിച്ച് ഘനീകരണം സംഭവിച്ച് ഇത് കൂടിച്ചേർന്ന് മഴമേഘങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ മഴമേഘങ്ങൾ ഉണ്ടാവാൻ അന്തരീക്ഷത്തിൽ വാട്ടർ മോളിക്യൂൾസ് മാത്രം എത്തിയാൽ പോരാ. ഈ വാട്ടർ മോളിക്യൂൾസിന് കണ്ടൻസേഷൻ സംഭവിക്കണമെങ്കിൽ, അതിങ്ങനെ പറ്റിച്ചേർന്ന് വലിയ തുള്ളികളായി മാറണമെങ്കിൽ, മേഘങ്ങളായി ഫോം ചെയ്യണമെങ്കിൽ എന്തു വേണം? ഈ വെള്ളത്തിന്, അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ജലകണികകൾക്ക് പറ്റിപ്പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോമാണ് ഇത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡ് ഫോർമേഷനെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് സഹായിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. സോ ഹെൻസ് ദീസ് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആർ കോൾഡ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലെ ഈ കണ്ടൻസേഷനെ സഹായിക്കുന്ന ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി എന്നാണ് വിളിക്കുന്നത്. ഘനീകരണ മർമ്മങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയാം. ഘനീകരണ മർമ്മങ്ങൾ. ഓക്കെ, ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി. അതേപോലെ തന്നെ ഇതിനെ നമ്മൾ വേറൊരു പേരും പറയാറുണ്ട്, കണ്ടൻസേഷൻ ന്യൂക്ലി എന്നും പറയാറുണ്ട്. കണ്ടൻസേഷൻ ന്യൂക്ലി. ഓക്കെ, കണ്ടൻസേഷൻ ന്യൂക്ലി. കണ്ടൻസേഷൻ ന്യൂക്ലി എന്നുള്ള സ്പെല്ലിംഗ് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം, NUCLEI. കണ്ടൻസേഷൻ ന്യൂക്ലി എന്നും നമ്മൾ തന്നെ പറയാറുണ്ട്. കണ്ടൻസേഷനെ സഹായിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് നമ്മൾ ന്യൂക്ലിയസ് കേട്ടിട്ടുണ്ട് അല്ലേ? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കേട്ടിട്ടുണ്ട്. എന്നതുപോലെ ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവാൻ വാട്ടർ മോളിക്യൂൾസിന് പിടിച്ചു നിൽക്കാനുള്ള പ്ലാറ്റ്ഫോം, അതിനുള്ളൊരു കേന്ദ്രമാണ് ഇത്, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അതുകൊണ്ടാണ് നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ എന്ത് വിളിക്കുന്നത്? കണ്ടൻസേഷൻ ന്യൂക്ലി, അതല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിലേക്ക് പഠിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ഈ പറയുന്ന എന്താണ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി എന്നുള്ള സംഗതി. ഓക്കെ, അപ്പോൾ വളരെ നിർബന്ധമായിട്ടും അത് പഠിച്ചു വെക്കാം. അതിനുള്ള ആൻസർ നമുക്കിതാ ഇവിടെ മുതൽ ഈ വാട്ടർ വേപ്പർ കണ്ടൻസസ് എന്നുള്ള അവിടെ മുതൽ ഈ ലാസ്റ്റ് വരെ തന്നെ നമുക്കത് പഠിച്ചു വെക്കാം. ലെറ്റ്സ് സീ ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യമാണ്, ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങൾ എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്? എങ്ങനെ എത്തുന്നത്? ഇവിടെ എളുപ്പത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ലിഫ്റ്റഡ് ഫ്രം ദി എർത്ത് ബൈ വിൻഡ്, അല്ലേ? കാറ്റ് വീശുമ്പോൾ
സ്വാഭാവികമായിട്ടും ഭൂമിയിൽ നിന്ന് നമ്മുടെ മണ്ണും ഒക്കെ ഇഷ്ടംപോലെ ധാരാളം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തും. അതാണ് ഒരു ആൻസർ പറയുന്നത് അല്ലേ. എങ്ങനെയാണ്? കാറ്റ് വീശുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. മറ്റൊന്ന്, കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ പുറത്തേക്ക് ധാരാളം പൊടിപടലങ്ങൾ എത്തുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്. മറ്റൊന്ന്, ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റിയേഴ്സ് അല്ലേ. ഉൽക്കകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വന്ന് ഇടിക്കുമ്പോൾ അത് കത്തിത്തീരുമ്പോൾ ധാരാളം പൊടിപടലങ്ങൾ, അങ്ങനെയും ഉൽക്കകൾ കത്തുന്നതിലൂടെ ധാരാളം പിന്നെ പൊടിപടലങ്ങൾ, ചാരമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പോയിൻ്റായിട്ട് എന്ത് പറയാൻ പറ്റും? ഡിമോളിഷൻ ഓഫ് ഹിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. കുന്നും മലകളൊക്കെ ഇടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൊടിപടലങ്ങൾ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഡിമോളിഷൻ ഓഫ് ഹിൽസ്, അതേപോലെ തന്നെ സോയിൽ ഇറോഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ധാരാളമായിട്ട് പോയിന്റ്സ് വേണമെങ്കിൽ കിട്ടും. സി ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദി സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഹൗ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള ആൻസറാണ് താഴെയുള്ള 3 ലൈൻസ്. ഒരു പോയിന്റ് ഞാൻ എക്സ്ട്രാ പറയുകയും ചെയ്തു. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദി സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം, നമ്മുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു. ഓക്കെ, ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ്, അന്തരീക്ഷം എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് ഇൻ ദി സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ അറ്റ്മോസ്ഫിയർ എങ്ങനെയെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു ആൻസർ ദ കോസസ് അറ്റ്മോസ്ഫെറിക് ഫെനോമെന. അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, കാലാവസ്ഥാ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവാൻ എന്ത് സഹായിക്കുന്നുണ്ട്? അറ്റ്മോസ്ഫിയർ സഹായിക്കുന്നുണ്ട്. എന്താ ഈ അറ്റ്മോസ്ഫെറിക് ഫെനോമെന? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൻഡ് ഒരു അറ്റ്മോസ്ഫെറിക് ഫെനോമെനൻ ആണ്. വിൻഡ് എന്ന് പറയുന്നത്, റെയിൻ എന്ന് പറയുന്നത്, ക്ലൗഡ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒക്കെ എന്താണ്? അറ്റ്മോസ്ഫെറിക് ഫെനോമെനൻ ആണ്. നമുക്ക് വിൻഡ് ആവശ്യമാണ്, നമുക്ക് റെയിൻ ആവശ്യമാണ്, മഴ ആവശ്യമല്ലേ, കാറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്ത്? അറ്റ്മോസ്ഫെറിക് ഫെനോമെന. ഈ അറ്റ്മോസ്ഫെറിക് ഫെനോമെന ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അറ്റ്മോസ്ഫിയർ വേണം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. രണ്ടാമത്തേത്, പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ സൺറേസ്. സൂര്യന് ഭൂമിയിലേക്ക് വരുന്ന നമുക്ക് അപകടം ഉണ്ടാക്കുന്ന ചില റേസ് ഉണ്ട്. അൾട്രാ വയലറ്റ്, ഓക്കെ, യു വി എന്താ? അൾട്രാ വയലറ്റ്, UV റേസ് പോലെ, അൾട്രാ വയലറ്റ് റേസ് പോലെ ഒരുപാട് ഹാംഫുൾ റേസ് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ അപകടമാണ്. അപ്പോൾ ഇത്തരം UV റേസിനെയൊക്കെ, ഹാംഫുൾ ആയിട്ടുള്ള സൺ റേസിനെയെല്ലാം, അപകടകാരികളായിട്ടുള്ള സൂര്യപ്രകാശത്തെ, സൺ റേസിനെ ഭൂമിയിലേക്ക് കടത്തിവിടാണ്ട് അറ്റ്മോസ്ഫിയറിൽ പലപ്പോഴും തടഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതും ആ രൂപത്തിലും അറ്റ്മോസ്ഫിയർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഒരു പോയിന്റും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം, നേരത്തെ മോള് പറഞ്ഞൊരു കാര്യത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട്സ് ഫ്രം ഡേഞ്ചറസ് മെറ്റീരിയേഴ്സ്. ഓക്കെ, എന്താ മെറ്റീരിയേഴ്സ്? നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞല്ലോ. എന്താ മെറ്റീരിയേഴ്സ്? മുകളിലുണ്ട്, ഉൽക്കകളാണ്. അപ്പോൾ ഈ ഉൽക്കകൾ സ്പേസിൽ നിന്നൊക്കെ, ബഹിരാകാശത്തു നിന്നൊക്കെ നമ്മുടെ ഭൂമിക്ക് നേരെ വരുന്ന ഉൽക്കകളെ ഭൂമിയിലേക്ക് എത്താതെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിൽ വെച്ച് അത് കത്തി ചാരമായി പോകുന്നുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് അങ്ങനെയും ഉപകാരമുണ്ട്. ഓക്കെ, സോ പ്രൊട്ടക്ട്സ് ഫ്രം ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്ന് നമുക്ക് പറയാം. ദെൻ അടുത്ത പേജിലേക്ക് നമ്മൾ പോവാണ്. ഒരു ആക്ടിവിറ്റിയാണ്. റൈറ്റ് ഡൗൺ ഹൗ ഈച്ച് ഓഫ് ദി ഫോളോവിങ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ ദി എർത്ത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അന്തരീക്ഷത്തിലുള്ള ഈ ഓരോ ഘടകങ്ങളും, അറ്റ്മോസ്ഫിയറിക് എയർ, വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ അല്ലേ, ഈ 3 കാര്യങ്ങളും ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിക് എയർ, അതേപോലെ വാട്ടർ പാർട്ടിക്കിൾസ്, അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇത് 3ഉം എങ്ങനെയാണ് നമ്മുടെ ലൈഫിന്, ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഈ പറയുന്ന 3 ഫാക്ടേഴ്സും എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് ആൻസർ ഞാനിവിടെ ഒരു സ്ലൈഡ് പോലെ ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അറ്റ്മോസ്ഫെറിക് എയർ എങ്ങനെയാണ് സഹായിക്കുന്നത്? CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് ഹെൽപ്സ് ദി സർവൈവൽ ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിൻ്റെ സർവൈവലിന് അറ്റ്മോസ്ഫെറിക് എയർ ആയ കാർബൺ ഡൈ ഓക്സൈഡ് വേണം.
അതേപോലെ ഓക്സിജൻ ഗീവ്സ് ലൈഫ് ഫോർ ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിങ് തിങ്സ്. ഓക്സിജൻ അല്ലേ ഹ്യൂമൻസിനും മറ്റ് ലിവിങ് തിങ്സും പിന്നെ മനുഷ്യനും മറ്റ് ജന്തുക്കൾക്കൊക്കെ എന്ത് വേണം? ഓക്സിജനും ആവശ്യമാണ്. പ്ലാന്റ്സിന് ഈ പറയുന്ന എന്തും കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിക് എയർ നമുക്ക് ആവശ്യമാണ്. പ്ലാന്റ്സിനും അതേപോലെ ഹ്യൂമൻസിനും ഒക്കെ എന്ത് ആവശ്യമാണ്? എയർ ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ വാട്ടർ പാർട്ടിക്കിൾസ് ആണെങ്കിലോ, നേരെ നിങ്ങൾക്ക് കാണാം ഹെൽപ്സ് ഇൻ ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻ അല്ലേ. ഹെൽപ്സ് ഇൻ ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻ. മേഘങ്ങൾ ഉണ്ടാവാനും മഴ പെയ്യാനൊക്കെ അറ്റ്മോസ്ഫിയറിൽ എന്ത് വേണം? വാട്ടർ പാർട്ടിക്കിൾസ് വേണം. ഇനി മൂന്നാമത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആണെങ്കിലോ, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മൾ, ഇറ്റ് ഫംഗ്ഷൻ ആസ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഫംഗ്ഷൻ ആസ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ റെയിൻ ഉണ്ടാവണമെങ്കിൽ, ക്ലൗഡ് ഫോർമേഷൻ നടക്കണമെങ്കിൽ, ആ ജലത്തുള്ളികൾക്ക് പറ്റിപ്പിടിച്ച് വലിയ ക്ലൗഡ്സ് ആയി മാറണമെങ്കിൽ എന്തു വേണം? ഡസ്റ്റ് പാർട്ടിക്കിൾസ് വേണം അല്ലേ. അതുകൊണ്ട് ആ രൂപത്തിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇനി തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം, ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദി അറ്റ്മോസ്ഫിയർ ഈസ് ഫോർ ദി സർവൈവൽ ഓഫ് ഓൾ ലിവിങ് ബീങ്സ്. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അന്തരീക്ഷം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇമാജിൻ ദി സിറ്റുവേഷൻ വെൻ ദി അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് പൊല്യൂട്ടഡ്. അപ്പോൾ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ, അത് പൊല്യൂട്ടഡ് ആയാലോ, അത് മലിനീകരിക്കപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് അപകടത്തിലാവും. കാരണം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് വലിയ ഒരു ഇൻഫ്ലുവൻസ് ആര് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആയാൽ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പും അപകടത്തിലാവും, ഡേഞ്ചർ ആവും. സോ ഹൗ ഡസ് ദി അറ്റ്മോസ്ഫിയർ ഗെറ്റ് പൊല്യൂട്ടഡ്? എങ്ങനെയൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷം മലിനമാകുന്നത്? അതാണ് ചോദ്യം. ആൻഡ് വാട്ട് ഈസ് ദ ടേം യൂസ് ടു ഇൻഡിക്കേറ്റ് ദി പൊല്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ? എന്താണ്? വാട്ട് ഈസ് ദ ടേം യൂസ് ടു ഇൻഡിക്കേറ്റ് ദി പൊല്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ? നമ്മുടെ അറ്റ്മോസ്ഫിയർ മലിനമാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന ആ ഒരു പേര്, ആ ഒരു ടേം എന്താണ്? സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്? അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം എന്നാണ് നമ്മൾ പറയുക. അന്തരീക്ഷം മലിനമാവുന്നതിനെ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നു. സോ എന്താണ് അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ? ഓക്കെ, വാട്ട് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ? ഇതാ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ അണ്ടർലൈൻ ചെയ്തു. അതിനുള്ള ആൻസറും കൂടെ ഞാൻ ബ്രാക്കറ്റ് ആക്കുകയാണ്. എന്താണ് അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്? മാർക്ക് ചെയ്യുന്നു. ദി മിക്സിംഗ് അപ്പ് ഓഫ് സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് അതർ കെമിക്കൽസ് ഇൻ ദി എയർ ദാറ്റ് ആൾട്ടേഴ്സ് ദി കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ. എന്താണ്? നമ്മുടെ അന്തരീക്ഷത്തിലെ വായു, നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്, ഒരു കോമ്പോസിഷൻ ഉണ്ട് അല്ലേ. ആ അറ്റ്മോസ്ഫറിക് എയറിൻ്റെ കോമ്പോസിഷന് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും അതേപോലെ വിഷവാതകങ്ങളൊക്കെ, അതേപോലെ മറ്റ് കെമിക്കൽസും മറ്റ് രാസപദാർത്ഥങ്ങളും ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തി വായുവിൽ കലരുന്നതിനെ വിളിക്കുന്ന പേരാണ് അന്തരീക്ഷ മലിനീകരണം. അത് മിക്സിംഗ് അപ്പ് ഓഫ് അല്ലേ, അത് മിക്സ് ആവുകയാണ്, കലരുകയാണ്. എവിടെ കലരുക? മിക്സിംഗ് അപ്പ് ഓഫ് സ്മോക്ക് അല്ലേ. സ്മോക്ക് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പുക എന്ന് പറയാം. അതേപോലെ തന്നെ ടോക്സിക് ഗ്യാസസ്, വിഷവാതകങ്ങൾ, അതേപോലെ തന്നെ അതർ കെമിക്കൽസ്, ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തി നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഓൾറെഡി ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ ഉണ്ട്, അന്തരീക്ഷ ഒരു സംരചന. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ഗ്യാസസിൻ്റെയും പ്രപ്പോർഷൻ എത്രയാണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് ഓൾട്ടർ ചെയ്യുമ്പോൾ, അതിന് മാറ്റങ്ങൾ വരുത്തുമ്പോൾ, അന്തരീക്ഷത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് അന്തരീക്ഷ മലിനീകരണം, അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ. നിങ്ങൾക്ക് കാണാം, ചില ചിത്രങ്ങൾ കാണാം. ഇതൊക്കെ ഓരോരോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. അറ്റ്മോസ്ഫറിക് പൊല്യൂഷന് കാരണമാകുന്ന ഓരോരോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾക്ക് കാണാം, ഫാക്ടറി കാണാം, ഫാക്ടറിയിൽ നിന്നുള്ള സ്മോക്ക് കാണാം. അതേപോലെ വെഹിക്കിൾസ് അവിടെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ട്രാഫിക് പ്രോബ്ലം കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അതേപോലെ ഉണങ്ങിയ പുല്ലോ അങ്ങനെ കുറേ അഗ്രികൾച്ചറിൻ്റെ ബാക്കിയായിട്ട് കുറേ സംഗതികൾ അവിടെ കത്തിക്കുന്നുണ്ട്. അതേപോലെ പിന്നെ പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വോൾക്കാനിക് ഇറപ്ഷൻ എന്ന രൂപത്തിൽ, ആ രൂപത്തിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഭാഗമായുള്ള പുകയുമൊക്കെ ആ രൂപത്തിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് മനുഷ്യൻ ചെയ്യുന്നതുമുണ്ട്, നാച്ചുറലായിട്ട് വരുന്നതുമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ പൊല്യൂഷൻ സംഭവിക്കുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. സോ വാട്ട് ആക്ടിവിറ്റീസ് കോസ് അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ? മറ്റൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്, എക്സാമിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. എങ്ങനെയൊക്കെയാണ് അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ
ഉണ്ടാകുന്നത്? അന്തരീക്ഷ മലിനീകരണം എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന്, ഞാൻ പറയേണ്ട കാര്യമില്ല, ഈ ചിത്രങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് ഒരു 3 പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷം മലിനീകരിക്കപ്പെടുന്നത്, അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആവുന്നത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും, എഴുതാൻ പറ്റും. എന്നാലും ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യുന്നു. വാട്ട് ആക്ടിവിറ്റീസ് കോസ് അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ? ഓവർ യൂസ് ഓഫ് ക്രാക്കേഴ്സ് പറയാം. പടക്കങ്ങൾ, ദീപാവലി പോലെയുള്ള വേളകളിലൊക്കെ ധാരാളമായിട്ട് പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൽ ധാരാളം പുകയൊക്കെ എത്തുന്നുണ്ട്. വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്. ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്, അല്ലേ? ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്, എന്താ? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ വിഷവാതകങ്ങൾ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. പിന്നെ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരുപാട് സ്മോക്ക് ഫ്രം ദി ഫാക്ടറീസ്, പറയാം, സ്മോക്ക് ഫ്രം ദി ഫാക്ടറീസ് ആൻഡ് ഫ്രം ദി വെഹിക്കിൾസ്. അങ്ങനെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു 3 പോയിന്റ്സ് മാത്രമേ എഴുതാനുള്ള സ്പേസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ 3 പോയിന്റ് കാണിച്ചതാണ്. പിന്നെ ആസിഡ് റെയിൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, അത് എക്സ്ട്രാ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം, ഒരു ലെൻസിൻ്റെ ചിത്രം കാണാം. അപ്പോൾ അങ്ങനെയുള്ളത് അഡീഷണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ അത് കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല. നമ്മുടെ ക്ലാസ് വീണ്ടും ലെങ്തി ആയി പോകും. അതുകൊണ്ട് തൽക്കാലം നമ്മളത് സ്കിപ്പ് ചെയ്യാണ്. എക്സാമിലേക്കുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അതേപോലെ സ്മോഗ് എന്ന് പറയുന്ന മറ്റൊരു ഒരു ബോക്സ് ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്താണ് സ്മോഗ് എന്ന് പറയുന്നത്? നമുക്ക് പരിചയമുള്ള 2 വാക്കുകളാണ്. ഒന്ന് സ്മോക്ക് എന്ന് പറയുന്നത്, അല്ലേ? സ്മോക്ക് നമുക്ക് പരിചയമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തും പരിചയമുണ്ട്, ഫോഗ് പരിചയമുണ്ട്. മൂടൽമഞ്ഞാണ് ഫോഗ്. സ്മോക്ക് എന്താ? പുകയാണ്. അപ്പോൾ ഈ സ്മോക്കും ഫോഗും കൂടെ ചേർന്ന അവസ്ഥയാണ് സ്മോഗ് എന്ന് പറയുന്നത്. എന്താണ് സ്മോഗ്? ഈസ് എ ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്, അല്ലേ? സ്മോക്കും ഫോഗും കൂടെ ചേർന്നതാണ് സ്മോഗ് എന്ന് പറയുന്നത്. ആൻഡ് സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ഫ്രം ദി ഇൻഡസ്ട്രീസ്, വ്യവസായശാലകളിൽ നിന്നുള്ള സ്മോക്കും അതേപോലെ പൊടിപടലങ്ങളും, അതേപോലെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, വെഹിക്കിൾസ്, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചറൽ റെസിഡ്യൂസ് എക്സെട്ര ഫിൽ ദി അറ്റ്മോസ്ഫിയർ. ഈ പറയുന്ന പല ആക്ടിവിറ്റീസിലൂടെ ഡസ്റ്റും അതേപോലെ തന്നെ സ്മോക്കും അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നുണ്ട്. ദീസ് then mix with the fog to form smog. നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മൂടൽ മഞ്ഞുണ്ടല്ലോ, ഈ മൂടൽ മഞ്ഞിലേക്ക് നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെയുള്ള പല രൂപത്തിൽ നിന്ന് വരുന്ന പൊടിപടലങ്ങളും സ്മോക്കും എല്ലാം കൂടെ ഈ ഫോഗിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന സ്മോഗ് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ സിറ്റീസിലൊക്കെ, ഡൽഹി പോലെയുള്ള നഗരങ്ങളിലൊക്കെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഈ പറയുന്ന സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും കൂടെ കൂടിയ ഒരവസ്ഥ. മെനി സ്റ്റഡീസ് ഷോ ദാറ്റ് എയർ പൊല്യൂഷൻ ഇൻക്രീസസ് ദി റിസ്ക് ഓഫ് സ്ട്രോക്ക്, ഹാർട്ട് ആൻഡ് ലങ് ഡിസീസസ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന എയർ പൊല്യൂഷൻ, അന്തരീക്ഷത്തിൽ എയർ പൊല്യൂഷൻ വല്ലാണ്ട് കൂടുമ്പോൾ, ഈ സ്മോഗ് വല്ലാണ്ട് കൂടുമ്പോൾ, അല്ലെങ്കിൽ സ്മോക്കും ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം കൂടെ വന്ന് സ്മോഗൊക്കെ കൂടുന്ന സമയത്ത്, എയർ പൊല്യൂഷൻ കൂടുന്ന സമയത്ത് സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ ഹാർട്ടിന്, ലങ്സിനെയൊക്കെ ബാധിക്കുന്ന ഡിസീസസ് ഒക്കെ ധാരാളമായിട്ട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഡൽഹി, നേരത്തെ പറഞ്ഞു, ഡൽഹി പോലെയുള്ള നഗരങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകളൊക്കെ 1-2 ആഴ്ചയൊക്കെ അടച്ചിടുന്ന സ്ഥിതിയാണ് ഇങ്ങനെയുള്ള ഈ സ്മോഗ് കാരണം. അത്രത്തോളം എയർ പൊല്യൂഷനാണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹി ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് സൊല്യൂഷൻ? ഓക്കെ, ഈ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്താണ്? വേരിയസ് സൊല്യൂഷൻസ് ആണ് ഇവിടെ പറയുന്നത്. വളരെ പെട്ടെന്ന് നോക്കാം. ആ സൊല്യൂഷൻ എന്താണെന്നുള്ള ചിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ചിത്രങ്ങൾ നിങ്ങൾ നോക്കുക, ടെക്സ്റ്റ് ബുക്കിലോ സ്ക്രീനിലൊക്കെ ആയിട്ട് ചിത്രങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. 4 ചിത്രങ്ങൾ നിങ്ങൾ അവിടെ കണ്ടു. അപ്പോൾ എന്താണ് ആ ചിത്രങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത്? ഈ എയർ പൊല്യൂഷൻ എങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ നോക്കിയല്ലോ. ആ എയർ പൊല്യൂഷനുള്ള സൊല്യൂഷനാണ് ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ചിത്രമാണെങ്കിൽ നമുക്ക് കാണാം ഒരു സൊല്യൂഷനാണ് ആ ചിത്രം നമ്മൾ പറയുന്നത്. എന്താണ് ആ സൊല്യൂഷൻ? ഞാനിവിടെ എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് പറയാണ്. പ്ലാന്റ് ട്രീസ്, അല്ലേ? ഒരു സൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ തടയാനുള്ള ഒരു സൊല്യൂഷനാണ് പ്ലാന്റ് ട്രീസ്. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അതേപോലെ നിങ്ങൾക്ക് കാണാം സോളാർ പാനലാണ്. ക്ലിയർ കുറവായിരിക്കും, സോളാർ പാനലാണ്. സോ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു സൊല്യൂഷൻ എന്താണ്? ഇൻസ്റ്റാൾ സോളാർ പവർ പ്ലാന്റ്സ്. സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിലൂടെ നമുക്ക് എന്തുണ്ടാവുന്നില്ല? എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. സോളാർ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം കുട്ടികൾ സൈക്കിൾ ഓടിക്കുന്ന ചിത്രമാണ്. അതിൽ നമ്മൾ കാണേണ്ട മെസ്സേജ് എന്ന് പറയുന്നാൽ യൂസ് ബൈസിക്കിൾ ഫോർ ഷോർട്ട് ട്രിപ്സ്. ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ എന്തുപയോഗിക്കുക? കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും
സൈക്കിൾ ഉപയോഗിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. എന്തിനും ഏതിനും നമ്മൾ ബൈക്കും കാറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, സൈക്കിൾ പോലെയുള്ള ഇന്ധനത്തിൻ്റെ ആവശ്യമില്ലാത്ത ചെറിയ യാത്രകൾക്കൊക്കെ അത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുക. യാതൊരു മലിനീകരണവും അവിടെ സംഭവിക്കുന്നില്ല. മറ്റൊന്ന്, ഈ ചിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, KSRTC നിങ്ങൾക്ക് കാണാം, KSRTC സ്വിഫ്റ്റ് എന്ന അതിന് പേര്. KSRTC എന്താണ്? സർക്കാർ ഉടമസ്ഥതയിലുള്ളൊരു വാഹനം. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് ഓഫ് കേരള അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള എൻകറേജ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, പൊതുഗതാഗത സംവിധാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ മെച്ചപ്പെടുത്തുക. അതായത് എല്ലാവരും സ്വന്തം വാഹനങ്ങളിൽ ഓഫീസിലേക്കോ ജോലിക്കൊക്കെ പോകുന്നതിന് പകരം ഇങ്ങനെ എന്തായാലും ബസ്സുകൾ റോഡിലൂടെ ഓടും. അങ്ങനെയുള്ള പൊതുഗതാഗത സംവിധാനത്തെ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ നമ്മളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരും വാഹനമെടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന മലിനീകരണം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഈ പറയുന്ന അറ്റ്മോസ്ഫറിക് പൊല്യൂഷനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും. അത് നടപ്പിലാക്കാനും നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്നുള്ള അന്തരീക്ഷ ഘടന എന്നുള്ള ഭാഗം നമ്മൾ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഭാഗവും. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാം, ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്